ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ രാവിലെ സുരേഷനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം. ഞാൻ ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൺട്രോളർ സുരേഷനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണമല്ലോ. രാവിലെ 9 മണി ആയപ്പോൾ കൂടി ചെന്ന്. അപ്പോൾ സുരേഷ് നമ്മുടെ ധ്യാൻചേട്ടൻ അവിടെ ഷട്ടിൽ ബാറ്റ് കളിച്ചോണ്ടിരിക്കുക കടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടില്. അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ എൻ്റെ ജെറിയുണ്ട് ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുന്നു. ഇല്ല നമ്മുടെ ഞാൻ സുരേഷിനും കൂടെ വന്നു. ആകെ കിട്ടിയ ഒരു സമയമായിരിക്കും. ആ സമയത്താണ് ധ്യാനം പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവും എന്നൊരു സംഭവം പറയുന്നത്. കുറിച്ച് അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായം. അല്ല, ഇതൊരു അവയർനെസ്സും കൂടെ ഈ സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ കണ്ടതിന് ശേഷം ഇപ്പം ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇൻബോക്സ് വരാൻ പറഞ്ഞു. എനിക്കൊരു ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മെമ്പർ ആവാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടോ? ഇതുപോലത്തെ സാധനമൊക്കെ അപ്രൂവ് ചെയ്തു എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലമാണ്. ഫേസ്ബുക്ക് മാത്രമല്ല ഉണ്ടല്ലേ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് എന്നെ ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൈലബിൾ ആണ്, 10,000 രൂപ, അതിന് 5,000 രൂപ എപ്പോൾ അഡ്വാൻസ് ചെയ്യണം? അല്ലല്ല 5,000 രൂപ നേരിട്ട് അടക്കം ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഫോട്ടോ പറയാൻ പറ്റില്ല സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് ബിസിനസ് ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും െതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ സ്വന്തം അനുഭവത്തിൽ അല്ലേ? അതിന്റെ വിഷമമുണ്ട് ഇപ്പോഴും മുഖത്ത്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും. പറയാൻ കുറച്ചൊക്കെ കടിയുണ്ടാവുന്നത്. അല്ല, ഇപ്പൊ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ടൂർ പോകുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചില പേരറിയില്ല. അപ്പം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പം സെന്റ് ജോസഫ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ള നമ്മുടെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4,000 തൊട്ട് 25 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. ബേസിക്കലി ഇതിനകത്ത് ഡീപ് ഫേക്കിങ്ങിനെ പറ്റിയിട്ടും ഇപ്പൊ ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ, മറ്റേ ചെറിയൊരു AI വീഡിയോ, ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ല, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതിൽ ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ എങ്ങനെ
ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടെ സെൽഫായിട്ട് ആക്റ്റീവായിട്ടൊരു ജില്ലയാണ് വരുന്നത്. നീ ആ ക്യാമറയുടെ പുറകിൽ വിളിച്ചു നിൽക്കുകയായിരുന്നു. സാധ്യത എവിടെയോ ബിസിനസ് മറ്റ് ജില്ലകളെക്കാളും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള കൊച്ചിയിലാണ്. അത് പ്രശാന്ത് തന്നെ മറുപടി. ഞാൻ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥയാണ്. പ്രണോദേട്ടൻ അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പരന്ന് കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം ഒരു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പം ഇതുപോലത്തെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ. മലയാളത്തിൽ വളരെ ചുറ്റി ചിത്രങ്ങളാണോ, പക്ഷെ എപ്പോഴും ഒരു പാരന്റ് സ്റ്റാറായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഒരു മലയാളത്തിലെ ചിത്രം ചൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കഥാപാത്രം അത്ര ഡെപ്ത് ഉണ്ടാവുമെന്ന് ചോദിക്കായിരുന്നു. ഇപ്പോൾ ഇതിനകത്തുള്ള ഐഡിയയിലെ കഥാപാത്രം അത്രത്തോളം ഡെപ്ത് ഉണ്ട്. ഇത് ആ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യണത്. അപ്പോൾ ഐ മീൻ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെൻറ്റ് ആൻഡ് എവറിത്തിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ഈ കാറ്റഗറി കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്. അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട്. ഓൺലൈൻ കമന്റ്സുകൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന് വേണ്ടി വരുന്ന കമന്റ്സുകൾ അത് നല്ല അതിന് ചില പോസിറ്റീവും ചില ഓവർ പ്രൊട്ടക്റ്റീവ് ആവും, ചില വാൾക്കറാവും. എപ്പോഴും ഫേസ് ചെയ്ത് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു മെഷർമെൻറ്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട്. ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള തിങ് നമുക്കത് പ്രിഫറൻസസ് ഉണ്ട്. പക്ഷേ അതും യു കാൺ ടു വാട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ്, എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ചില സമയത്ത് നമ്മളത് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും. ലൈക്ക് വാട്ട്സ് എ പോയിന്റ് ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പേഴ്സണ് ഇറ്റ്സ് നോട്ട് നെസസറി. സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഏതാ നല്ല പേരല്ലേ? എല്ലാ വില്ലേജ് ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമല്ലേടാ അല്ലേ? എല്ലാ വില്ലേജും നമ്മൾ കാണുന്നു, അതുപോലെ പ്രസ് മീറ്റ് ചെയ്യുന്നു അല്ലേ? നമ്മൾ തന്നെ എപ്പോഴെത്ര കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു. ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. തീരുന്നില്ല. അങ്ങനെ ഒരുപാടുണ്ട്. കുറച്ചധികം ഉണ്ട്. തീരും എന്നേക്കുമായി തീരും അല്ലേ?
പ്രഷർ കാത്തിരിക്കും. ഏത് അല്ല ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപന്റെ പ്രിൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രിൻസിന്റെ ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവുക. പിന്നെ ഇപ്പൊ തുടങ്ങാൻ സോഫിയ വീക്കെൻഡിന്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങള്, അങ്ങനെ കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ലെന്ന് വെച്ചില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫേച്ചല്ലേ സിനിമ. അതിൻ്റെ സക്സസ്സും ഫെയിലിയറും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പം ബബ്ബ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെ ദിലീപ് പടവും, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ചെയ്ത പടങ്ങളാണ്. അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്. ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും. ചേട്ടാ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും പറഞ്ഞ കമന്റുകൾ ഇപ്പം ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. എനിക്കൊന്നും അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള ലിറ്റിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്നതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. നമ്മൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് നിങ്ങൾ സംസാരിച്ചു. അല്ല, അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും. എനിക്കാണ് മനസ്സിലായത്. മലയാളികളുടെ ലൈംഗികതലത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയുള്ള അപ്പോൾ ഇപ്പോൾ ഡേറ്റ് വ്യാപകമുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ബോംബെ വെച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. അതുകൊണ്ട് സർക്കാർ അതുപോലെ മുന്നോട്ട് ചൂഷണം ചെയ്യപ്പെടാതൊക്കെയാണ് കുട്ടികൾക്ക് കാര്യം മുന്നോട്ടൊരു സ്ഥാപനം, ഇപ്പോൾ കേസിനായിട്ട് സ്ഥാപനത്തിൽ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നില്ല. അതിനെക്കുറിച്ച് പറയാം. ചേട്ടൻ എന്താ തോന്നുന്നത്? ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണോ തോന്നുന്നത്? ഇപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ, പാലത്തിൻ്റെ അടിയിൽ, അങ്ങനെയൊക്കെ നമ്മൾ പല പല റേഡിയസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി, അവരൊക്കെ നിൽക്കുന്നത് സെക്സ് കേസാണോ അല്ലയോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ശരിക്കും ഇത് കുറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറയില്ലേ? അതിപ്പോ അത് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു സാധനമല്ലേ. കുറയോ കൂടുവോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷനായിട്ട് ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം. അതായത് തമച്ചി സാധനം അല്ലേ, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട് അവിടെ, തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട്. ചില രാജ്യങ്ങളിൽ അതുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. കഞ്ചാവ് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗ് ആയിട്ട് കാണുന്നത്. അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നായിരുന്നു ഗഞ്ച. അപ്പോൾ മരുവാന, മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു. അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുവോ കുറയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനെ അനുവദിക്കാത്തിടത്തോളം ലീഗലായിട്ടും നമുക്ക് അതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പ് ഒന്നുമില്ല അല്ലേ. ഏതാ അതുകൊണ്ട് കൂടുവോ കൂടില്ലേന്നല്ലേ?
ഒന്നും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞ പോലെ വളരെ ആയിട്ടുള്ള പ്രോബിലിറ്റി അല്ലേ. ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി ഒന്നും വീട്ടുകാർ നമ്മുടെ നാട്ടിലെ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും. പിന്നെ കുടുംബത്തിലൂടെ ഒന്നും പോകില്ല, അതാ പ്രശ്നം. അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ചേട്ടാ ഇവിടെ ചേട്ടാ അവിടെ ധ്യാൻ ചേട്ടന്റെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് എപ്പോഴെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? ഫേക്ക് ഐ ഡിയിൽ നിന്ന്? അയ്യോ, എനിക്കങ്ങനെ മെസ്സേജ് അങ്ങനെ വരാറേ ഇല്ല. അല്ല, ഒരു ഐ ഡി വരാൻ അല്ലാതെ തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഇടാൻ പാടാം. അപ്പോൾ ഇനി ഫേക്ക് എന്തെങ്കിലും റിപ്ലൈ താ. നോർമലി അവൻ്റെ അടുത്ത മെസ്സേജ് വളരെ ചുരുക്കം വരാറുണ്ട്. ധ്യാൻ ചേട്ടന് വന്നിട്ടുണ്ടോ ഏതെങ്കിലും നടിമാരുടെ ഫേക്ക് ഐ ഡിയിൽ നിന്ന്? ഒറിജിനൽ ഐ ഡിന്ന് കുറെ പേർക്ക് വന്നിട്ടുണ്ട്. വളരെയധികം ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചു ഫുൾ ടൈം ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ചാൽ മുമ്പ് വളരെയധികം ചർച്ച ചെയ്തതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽസിലൊക്കെ ഓടിയത് ചൊവ്വാഴ്ച സിനിമയിലെ കഥാപാത്രമാണ്. അപ്പം അതേപോലെ അത്ര ഡെപ്തുള്ള അല്ലെങ്കിൽ അത്ര ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവും. മലയാളത്തിൽ അത്ര ഡെപ്തുള്ള കഥകൾ വരാത്തതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകൾ മലയാളത്തിലും വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ഇതേപോലത്തെ കഥാപാത്രം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് കഥാപാത്രം, ക്യൂട്ട് അല്ലെങ്കിൽ കുടുംബിനി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്യാത്തൊരു പാറ്റേൺ മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. അന്ന് മറ്റ് ലാംഗ്വേജസ് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വരുന്ന സ്റ്റോറീസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മംഗൾവാരം വന്നു, അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ദാറ്റ്സ് വൈ ഐ ഡിഡ് ദാറ്റ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മലയാളമെന്നോ തെലുഗെന്നോ അങ്ങനെയില്ല. അത് ഞാനൊരു കഥ ആയിട്ടാണ്, അതൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയായിട്ടാണ് ഞാനത് കാണുന്നത്. പക്ഷേ ഐ വോണ്ട് കൂടുതലും അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട്. ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട്, ലൈക്ക് ലാംഗ്വേജ് കംഫർട്ടും എല്ലാം നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ. അപ്പോൾ എനിക്ക് ലുക്കിംഗ് ഫോർവേഡ്. പക്ഷേ ഇപ്പം തെലുഗുവിലിപ്പം മംഗൾവാരം കഴിഞ്ഞിട്ടിപ്പോൾ 4 പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് അത് പക്ഷേ ഞാനൊരു സിനിമ ആയിട്ടേ കാണുന്നുള്ളൂ, ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ട് ഞാനങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ മംഗൾവാരം വാസ് സ്പെഷ്യൽ. അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരുന്നു. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ് ദാറ്റ്.